മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചീഫ് ഗസ്റ്റായ ശ്രീ പ്രകാശൻ ചവറകളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 35 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ കേരളം ഭരിക്കുമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അല്ലാതെ ഞങ്ങൾക്ക് 35 സീറ്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് 35 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ കേരളം ഭരിക്കുമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. 35 സീറ്റ് NDA കേരളത്തിൽ കിട്ടിയാൽ ഈ നിമിഷവും ഞാൻ പറയുന്നു. കേട്ട് ഞാൻ മടുത്തു. ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ട. താങ്കൾ പ്രസിഡന്റ് ആയ ശേഷം പരിഭവമുള്ളവർ, പിണക്കമുള്ളവർ ആരുമില്ല. ഒരാളെ ചൂണ്ടിക്കാണിച്ചു തന്നാൽ ഞാൻ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ സന്ദീപോ പറയുന്ന ജോലി ഞാൻ ചെയ്യും. നീ അങ്ങോട്ട് നോക്കി. BJP വേദിയിൽ വാക്പോരുമായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. പിണക്കമുള്ളവർ ആരുമില്ല. ഒരാളെ ചൂണ്ടിക്കാണിച്ചു തന്നാൽ ഞാൻ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ സന്ദീപോ പറയുന്ന ജോലി ഞാൻ ചെയ്യും. BJPക്കകത്ത് പരിഭവമുണ്ട്, അവസരം കിട്ടിയില്ല എന്ന് പരിഭവമുണ്ട് എന്നുള്ള ഒരാളെ ചൂണ്ടിക്കാണിച്ചു. 35 സീറ്റ് കിട്ടിയാൽ കേരളത്തിൽ 2 മുന്നണികളിൽ നിന്നും NDAയിലേക്ക് ഒഴുക്കുണ്ടാവും എന്നുള്ള കാര്യം അതിൽ യാതൊരു സംശയവുമില്ല. വെറുതെ ചിരിപ്പിക്കരുത്. LDFലും UDFലും ഉള്ള കക്ഷികളെല്ലാം ഇപ്പോൾ സംതൃപ്തരാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. LDFലും UDFലും ഉള്ള പ്രധാന പാർട്ടികളുടെ നേതാക്കൾ തന്നെ അവരൊരു ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. CPMലും കോൺഗ്രസിലുള്ള പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും, കൊല്ലം, ആലപ്പുഴ ജില്ലയിലൊക്കെയുള്ള പല നേതാക്കന്മാരും അവർ ഒരു ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്.